Welcome to Mira's English Hub. Today, we are going to deal with the first topic of teaching methodology, history, and conceptual development of English language, part 1. So let's move on to the class. History and conceptual development of English language. English language ഇന്ത്യയിലോട്ട് എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ അതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് ട്രേസ് ചെയ്ത് പോകുന്നത്. The English language set foot in India with the granting of the East India Company's charter, Royal Charter by Queen Elizabeth I in 1600. For Queen Elizabeth I grant ചെയ്യുന്ന റോയൽ ചാർട്ടർ 1600 ഡിസംബർ 31 ഈ ഒരു ചാർട്ടർ ഗ്രാൻഡ് ചെയ്യപ്പെടുന്നത്. ഈ ഒരു ചാർട്ടറിന്റെ ഭാഗമായിട്ടാണ് ഇംഗ്ലീഷ് ഭാഷയും അതുപോലെ തന്നെ സബ്സീക്വന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ട്രേഡിംഗ് പോർട്സ് ഈ ഒരു ചാർട്ടറിന്റെ ഭാഗമായിട്ട് ട്രേഡിംഗ് പോർട്സ് കോസ്റ്റൽ സിറ്റീസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. ഏതൊക്കെ കോസ്റ്റൽ സിറ്റീസിലാണ്? സൂററ്റ്, ബോംബെ, മദ്രാസ്, കൽക്കട്ട എന്നീ കോസ്റ്റൽ സിറ്റീസിൽ ട്രേഡിംഗ് പോർട്സ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ ഒരു ട്രേഡിംഗ് നടക്കുന്നു. അതിന്റെ സൈഡ് ബൈ സൈഡ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു ഇൻട്രൊഡക്ഷൻ കൂടിയാണ് അല്ലെ ഇന്ത്യയിലോട്ട്. ഇവിടെ ഇംഗ്ലീഷ് ഭാഷ ഒരു കൊളോണിയൽ ടൂൾ ആയിട്ട് കൂടി മാറുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഇവിടെ മുഗൾ എംപയറിന്റെ ഡിക്ലൈൻ, അതായത് 18th സെഞ്ചുറി ആ ഒരു കാലഘട്ടത്തിലെ മുഗൾ എംപയറിന്റെ ഡിക്ലൈൻ ആണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഫുട് ഹോൾഡ് ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ ഇംഗ്ലീഷ് ഭാഷയും ഇവിടെ ചുവട് പിടിച്ച് മുന്നോട്ട് നീങ്ങുന്നു. ഇനി ഇംഗ്ലീഷ് ഭാഷയുടെ ഡെവലപ്മെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാർട്ടർ ആക്ട് ആണ് ചാർട്ടർ ആക്ട് ഓഫ് 1813 എന്ന് പറയുന്നത്. It is also known as East India Company Act of 1813. East India Company Act of 1813 എന്ന പേരിൽ കൂടി ഇത് അറിയപ്പെടുന്നു. അപ്പോൾ ഈ ഒരു ആക്ട് എന്തുകൊണ്ട് ഇവിടെ മെൻഷൻ ചെയ്യുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കാം. Because it is related to English language and the education in India. അതുകൊണ്ടാണ്. The company was obliged by the Charter Act to invest 1 lakh rupees in the education of Indians. ഇന്ത്യൻസിന്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ചാർട്ടർ ആക്ട് 1813 പ്രകാരം 1,00,000 രൂപ വരെ ഇവരുടെ എഡ്യൂക്കേഷനായിട്ട് മാറ്റിവെക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നു ദി കമ്പനിക്ക്. And this was the first action which was taken by the British Empire to encourage the scientific and literary research in India. ഇന്ത്യയിൽ ഒരു ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻസിന് ഒരു സയന്റിഫിക് ലിറ്റററി റിസർച്ച് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് എംപയർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് ആക്ഷൻ, ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കൂടിയായിരുന്നു ഈ ചാർട്ടർ ആക്ട് ഓഫ് 1813 ഭാഗമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ട 1,00,000 രൂപ എന്ന് പറയുന്നത്. എന്ത് കാര്യം നടക്കുമ്പോഴും നമുക്കറിയാം രണ്ട് സൈഡ് ഉണ്ടാവും അല്ലെ, രണ്ട് പക്ഷം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കും അല്ലെ. അപ്പോൾ ഇന്ത്യൻസിന് എതിർപ്പുണ്ടായിരുന്നു. ഇവർ വെസ്റ്റേൺ എഡ്യൂക്കേഷന്റെ പ്രൊമോഷൻ ആണ് ചാർട്ടർ ആക്ട് 1813 സയന്റിഫിക് ആൻഡ് ലിറ്റററി റിസർച്ച് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭാഷയിലൂടെ മാത്രമാണ് ഏതൊരു കാര്യവും നമ്മളിലോട്ട് എത്തിക്കാനായിട്ട് സാധിക്കുക. അതുപോലെ സയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് സയൻസിന്റെയും ഭാഷയാണ് അല്ലെ. അപ്പോൾ ഈ സയൻസ് ഒക്കെ ഇങ്ങോട്ട് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു ടൂൾ, ഇംഗ്ലീഷ് എന്നൊരു ടൂൾ ഇല്ലാതെ അത് പോസിബിൾ അല്ല എന്നതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ വെസ്റ്റേൺ എഡ്യൂക്കേഷന്റെ ഒരു പ്രൊമോഷൻ അവിടെ അവരുടെ ഒരു പ്രൈമറി എയിം ആണ്. ആ പ്രൈമറി എയിമിന്റെ മെയിൻ ടൂൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയുമാണ്. ഇവിടെ അതിന് എതിർപ്പ് വരുന്നത് വൺ ഫാക്ഷൻ അഡ്വക്കേറ്റഡ് പ്രൊമോട്ടിംഗ് ട്രഡീഷണൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ. ഈ ട്രഡീഷണൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വരുന്നു. പേർഷ്യൻ ആൻഡ് ക്ലാസിക്കൽ, സംസ്കൃതം, അതുപോലെ തന്നെ ലോക്കൽ ലാംഗ്വേജസ്. ഇന്ത്യയിൽ ഭാഷക്കൊന്നും ഒരു കുറവുമില്ല അല്ലെ. നമ്മൾക്കറിയാം ഡൈവേഴ്സ് ആയിട്ടുള്ള ലാംഗ്വേജസ് ആണ് നമ്മൾക്ക് ഓരോ ഏരിയയിലും കാണാനായിട്ട് സാധിക്കുക. അങ്ങനെ ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് നമ്മൾ ഓറിയന്റലിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ പേർഷ്യൻ അല്ലെങ്കിൽ ക്ലാസിക്കൽ, സംസ്കൃത്, ലോക്കൽ ലാംഗ്വേജസ് ആണ് ഇമ്പാർട്ട് ചെയ്യേണ്ടത്, എഡ്യൂക്കേഷനിലൂടെ ഇമ്പാർട്ട് ചെയ്യേണ്ടത് എന്ന്
സപ്പോർട്ട് ചെയ്തിരുന്ന ഈ ഗ്രൂപ്പിനെ നമ്മൾക്ക് ഓറിയന്റലിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാം. ഇവിടെ മറ്റൊരു സൈഡിൽ നമ്മളുടെ മെക്കോളെ ആണ് ഉള്ളത് എന്ന് ഓർക്കുക. The other side led by the governors, councillors, Macaulay's law. He advocated the introduction and promotion of Western education. അപ്പോൾ ഇവിടെ ഓറിയന്റലിസ്റ്റ് വേഴ്സസ് ആംഗ്ലസിസ്റ്റ് എന്നൊരു സംഭവമാണ് ഇവിടെ വരുന്നത് അല്ലെ. വെസ്റ്റേൺ എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്നവരും ഓറിയന്റൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്നവരും തമ്മിലുള്ള ഒരു ക്ലാഷ് ആണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ബ്രിട്ടീഷ് അവരുടെ ഇമ്പീരിയൽ ആയിട്ടുള്ള ആ ഒരു റൂളിന്റെ ഭാഗമായിട്ട് മൈനോറിറ്റി ഓഫ് ഇന്ത്യൻസ് ഇൻ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഇംഗ്ലീഷ് സ്കൂൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, കോളേജസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ 1844 the same year that English became the official language, ഇംഗ്ലീഷിനെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ബ്രിട്ടീഷ് എംപയർ പ്രഖ്യാപിക്കുകയാണ് ഇംഗ്ലീഷിനെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട്. കൂടാതെ ഈ ഗവൺമെന്റ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്യുന്നു that Indians educated in British schools should be offered government jobs. ഇന്ത്യൻസ് ബ്രിട്ടീഷ് സ്കൂൾസിലെ എഡ്യൂക്കേഷൻ നേരിട്ടുള്ള ഇന്ത്യൻസിന് ഗവൺമെന്റ് ജോബ്സ് ഓഫർ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷന്റെ ഒരു പ്രൊമോഷൻ തന്നെയാണ് അല്ലെ. ഒരു ഗവൺമെന്റ് ജോബ് സെക്യൂർ ചെയ്യുക, ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പൊസിഷൻ സൊസൈറ്റിയിൽ എക്വയർ ചെയ്യുക എന്നത് ആ ഒരു കാലഘട്ടത്തിലും ഈ ഒരു കാലഘട്ടത്തിലും ഒരേപോലെ നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷന്റെ ആ ഒരു പ്രൊമിനൻസിന് കാരണമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് ആയിരുന്നു 1844 ഇന്ത്യൻ ബ്രിട്ടീഷ് സ്കൂൾസിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻസിന് ഗവൺമെന്റ് ജോബ്സ് ഓഫർ ചെയ്യുന്നൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു ആക്ടിന്റെ ഭാഗമായിട്ട് സ്ഥാപിക്കപ്പെട്ടു. കൽക്കട്ടയിലും മദ്രാസിലും ബോംബെയിലും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിറ്റീസിലാണ്. അപ്പൊ ഈ പോർട്ട് സിറ്റീസ് ആണല്ലോ അന്ന് ട്രേഡിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് കോസ്റ്റൽ സിറ്റീസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് അല്ലെങ്കിൽ പ്രോമിനൻസ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഹിന്ദു കോളേജ് ഇൻ കൽക്കട്ട 1817, പ്രസിഡൻസി കോളേജ് ഇൻ മദ്രാസ് 1840 ആൻഡ് എൽഫിൻസ്റ്റോൺ കോളേജ് ഇൻ ബോംബെ 1856. ഇതൊക്കെ ഈ ഒരു ആക്ടിന്റെ ഭാഗമായിട്ട് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അങ്ങനെ ഈ ചാർട്ടർ ആക്ട് ഓഫ് 1813 കുറിച്ച് പറയുമ്പോൾ ഇറ്റ് പ്രൊവൈഡഡ് ദ ഫ്രെയിംവർക്ക് ഫോർ ദി ഗ്രോത്ത് ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. അതെ, നമ്മൾക്കത് കാണാനായിട്ട് സാധിക്കും അല്ലെ. കാരണം ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നേടിയിട്ടുള്ളവർക്ക് ഗവൺമെന്റ് ജോബ് കിട്ടുന്നു, കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപിക്കപ്പെടുന്നു. വെസ്റ്റേൺ ഇംഗ്ലീഷ് ആ ഒരു ലാംഗ്വേജ് അവർക്ക് ഒരു ഓപ്പണിംഗ് ആണ്, ഗ്ലോബൽ വേൾഡിലോട്ടുള്ള ഒരു ഓപ്പണിംഗ് കൂടിയാണ് കൊടുക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ ഓറിയന്റൽ ലാംഗ്വേജസിനെ മാറ്റി നിർത്തുകയല്ല, പക്ഷെ നമ്മളുടെ ഒരു വ്യൂ പോയിന്റിൽ ശരിക്കും ഇത് ഒരു ഗ്ലോബൽ വേൾഡിലോട്ടുള്ള ഒരു കീ തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലെ. It signaled the start of a time when institutions were founded to further Western knowledge. അപ്പോൾ വെസ്റ്റേൺ നോളജിന് ഒരു പ്രോമിനൻസ് കിട്ടി തുടങ്ങുന്നു. ഇംഗ്ലീഷ് ഭാഷ ഒരു ഇമ്പീരിയൽ ടൂൾ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുകൂടി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഇത് നമ്മളുടെ കൺട്രിയുടെ ഒരു ബിഗ് മൊമെന്റ് ആണ്. ഇമ്പീരിയൽ ഹിസ്റ്ററിയിൽ ബ്രിട്ടീഷ് ഹിസ്റ്ററിയിൽ ഒരു ബിഗ് മൊമെന്റ് കൂടിയാണ്. കൂടാതെ നമ്മളുടെ കൺട്രിയുടെ അഡ്വാൻസ്മെന്റിന്റെയും ഒരു ബിഗ് മൊമെന്റ് ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ട് ഈസ്റ്റ് വെസ്റ്റ് കോൺട്രവേഴ്സി എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്കിപ്പോ അറിയാം ഈ ഓറിയന്റലിസ്റ്റ് ആരാണ് എന്ന് നമുക്കറിയാം, അതുപോലെ തന്നെ ആംഗ്ലസിസ്റ്റ് ആരാണ് എന്നറിയാം അല്ലെ. അപ്പൊ ഈസ്റ്റ് വെസ്റ്റ് കോൺട്രവേഴ്സി എന്ന് പറയുന്നത് ഈ ഓറിയന്റലിസ്റ്റും ആംഗ്ലസിസ്റ്റും തമ്മിലുള്ള കോൺട്രവേഴ്സിനെയാണ്. അപ്പോൾ ഇംഗ്ലീഷ് ബ്രിട്ടീഷ് വെസ്റ്റേൺ എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ആംഗ്ലസിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ട്രഡീഷണൽ ഇന്ത്യൻ, പേർഷ്യൻ, ക്ലാസിക്കൽ, സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഓറിയന്റലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓറിയന്റലിസ്റ്റ് ആംഗ്ലസിസ്റ്റ് കോൺട്രവേഴ്സി ഇത് നേച്ചർ ഓഫ് എഡ്യൂക്കേഷനെ ബേസ് ചെയ്ത് വന്നിട്ടുള്ളൊരു കോൺട്രവേഴ്സിയാണ്. അപ്പോൾ ട്രഡീഷണൽ ഇന്ത്യൻ ലാംഗ്വേജസ് അല്ലെങ്കിൽ ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ് ആയിരിക്കണം മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് ഓറിയന്റലിസ്റ്റ് പറയുന്നു. ഇവിടെ ആംഗ്ലസിസ്റ്റ് പറയുന്ന വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ആണ് വളരെ ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ പ്രോമിനൻസിനെ അവർ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഈ ഒരു കോൺട്രവേഴ്സിയാണ് ഓറിയന്റലിസ്റ്റ് ആംഗ്ലസിസ്റ്റ് കോൺട്രവേഴ്സി അല്ലെങ്കിൽ
ഈസ്റ്റ് വെസ്റ്റ് കോൺട്രവേഴ്സി എന്ന് അറിയപ്പെടുന്നത്. ഈസ്റ്റ് വെസ്റ്റ് കോൺട്രവേഴ്സി. The British East India Company was to impart to the local populations in its territory. അപ്പോൾ അവര് ഓരോ നിയമങ്ങൾ നടപ്പിലാക്കുകയാണല്ലോ, അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോൺട്രവേഴ്സിയാണ്. ഇനി ഓറിയന്റലിസ്റ്റിന്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത് H.H. വിൽസൺ, H.T. പ്രിൻസപ്പ്. ഇവര് സാൻസ്ക്രിത്, അറബിക്, പേർഷ്യൻ ഈ ലാംഗ്വേജസിനെയൊക്കെ മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ ആയിട്ട് എടുക്കണം എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ തന്നെ ആംഗ്ലിസിസ്റ്റ് ചാൾസ് ട്രെവലിയൻ, എലിഫിൻസ്റ്റോൺ ഇവരൊക്കെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യണം ത്രൂ ദി മീഡിയം ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നു. അപ്പോൾ ഓറിയന്റലിസ്റ്റ് ആംഗ്ലിസിസ്റ്റ് കോൺട്രവേഴ്സി എന്താണ് എന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും. നമ്മൾ ഓറിയന്റലിസ്റ്റിനെയും ആംഗ്ലിസിസ്റ്റിനെയും ഒക്കെ മനസ്സിലാക്കി. ഇനി ആംഗ്ലിസിസ്റ്റ് ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രോഗ്രസീവ് തോട്ട് കൊണ്ട് നടക്കുന്ന ഒരുപാട് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാളാണ് രാജാ റാം മോഹൻ റോയ് എന്ന് പറയുന്നത്. The Anglicists were supported by the most advanced Indians of the time. രാജാ റാം മോഹൻ റോയ് അദ്ദേഹം സ്റ്റഡി ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അഡ്വക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നു, key to the treasures of scientific and democratic thought of the modern West. അതാണ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. സ്റ്റഡി ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് it is the key to the treasures of scientific and democratic thought of the modern West. അതുപോലെ തന്നെ ഈ ഓറിയന്റലിസ്റ്റും ആംഗ്ലിസിസ്റ്റും ഇത് കൂടാതെ മറ്റൊരു ഗ്രൂപ്പ് കൂടി ഇവിടെ നിലനിന്നിരുന്നു. അതാണ് ഇവാഞ്ചലിക്കൽസ് എന്ന് പറയുന്നത്. ഇവാഞ്ചലിക്കൽസ് എന്ന് പറയുന്നത് വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ക്രിസ്ത്യാനിറ്റിയിൽ ബിലീവ് ചെയ്യുന്നവരാണ്. ഒരു ഫേം കൺവിക്ഷൻ ആണ് ഇൻ ദി സുപ്പീരിയോറിറ്റി ഓഫ് ക്രിസ്ത്യൻ ഐഡിയാസ് ആൻഡ് വെസ്റ്റേൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതിന്റെ ടു ഗ്രേറ്റ് എക്സ്പോണൻസ് എന്ന് പറയുന്നത് ചാൾസ് ഗ്രാൻഡും വില്യം വിൽബർഫോഴ്സും ആണ്. അപ്പൊ ഇവരും സപ്പോർട്ട് ചെയ്യുന്നത് ക്രിസ്ത്യൻ എഡ്യൂക്കേഷനെ തന്നെയാണ്. സുപ്പീരിയോറിറ്റി ഓഫ് ക്രിസ്ത്യൻ ഐഡിയാസ് അതുപോലെ തന്നെ വെസ്റ്റേൺ എഡ്യൂക്കേഷനെയാണ് ഈ ഇവാഞ്ചലിക്കൽസും സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ഓർക്കുക. ഇവിടെ ഇവാഞ്ചലിക്കൽ ഫെയ്ത്തിൽ വിശ്വസിക്കുന്നവർ മാത്രമാണ് സുപ്പീരിയോറിറ്റി ഓഫ് വെസ്റ്റേൺ നോളജ് സ്ട്രെസ് ചെയ്തിരുന്നത് എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മെക്കോളെ ഒരു ഇവാഞ്ചലിക്കൽ ഫെയ്ത്ത് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു ചീഫ് അഡ്വക്കേറ്റ് ആയിരുന്നു സുപ്പീരിയോറിറ്റി ഓഫ് വെസ്റ്റേൺ നോളജിന്റെ. മെക്കോളെ അദ്ദേഹം ലോ മെമ്പർ ടു സുപ്രീം കൗൺസിൽ ഓഫ് കൽക്കട്ട ആയിരുന്നു. അദ്ദേഹം പിന്നീട് ചെയർമാൻ ഓഫ് കമ്മിറ്റി ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നു. ഇതൊരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ അതിലേക്കൊരു വഴിത്തിരിവായിരുന്നു ഈ ഒരു അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത്. ലോർഡ് മെക്കോളയുടെ വ്യൂസുമായിട്ട് ഒരു ഇന്ത്യന് ഒട്ടും ഒത്തുചേർന്ന് പോവാനായിട്ട് പറ്റില്ല. പക്ഷെ ഇന്ത്യയുടെ ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗമാകാനായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിന് സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. ലോർഡ് മെക്കോളെ അദ്ദേഹം പറയുന്നു ഇന്ത്യൻ ലേണിംഗ് വാസ് ഇൻഫീരിയർ ടു യൂറോപ്യൻ ലേണിംഗ് എന്നാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ എപ്പോഴും ആ ഒരു കൊളോണിയൽ സ്പിരിറ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. റുഡിയാർഡ് കിപ്ലിംഗ് ഒക്കെ പറഞ്ഞതുപോലെ ഈസ്റ്റ് ഈസ് ഈസ്റ്റ്, വെസ്റ്റ് ഈസ് വെസ്റ്റ്, നെവർ ഷാൽ ദി ട്വൈൻ മീറ്റ് എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. ദ ബാലഡ് ഓഫ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്ന് പറയുന്ന ഒരു പോമില്. അപ്പൊ അതുപോലെ ഈ കൊളോണിയൽ ആയിട്ടുള്ള തോട്ടാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. ദാറ്റ് ഇന്ത്യൻ ലേണിംഗ് വാസ് ഇൻഫീരിയർ ടു യൂറോപ്യൻ ലേണിംഗ് എന്നൊക്കെ പറയുമ്പോൾ. അങ്ങനെ ഓൺ ഫെബ്രുവരി 2, 1835 ഈ ഇയർ മനസ്സിൽ കുറിച്ചു വെച്ചോളൂ. 1835 the British historian and politician ആരാണ്? നമ്മളുടെ തോമസ് ബാബിംഗ്ടൺ മെക്കോളെ. He presented his minutes on Indian education, famously known as Macaulay's minutes. ഈ ഒരു Macaulay's minutesലാണ് the need to impart English education to Indian natives അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. And in his minutes on education, he justified the use of English as the medium of instruction. English എന്തുകൊണ്ട് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയി മാറണം, കൂടാതെ എന്തുകൊണ്ട് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇന്ത്യൻസിലോട്ട് ഇമ്പാർട്ട് ചെയ്യണം എന്നതിന്റെ റീസണിനെ കുറിച്ച് അദ്ദേഹം ജസ്റ്റിഫൈ ചെയ്ത് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് മെക്കോളേസ് മിനിറ്റ്സ് എന്ന് പറയുന്നത്. ഇയർ ഏതാണ്? 1835. He lampooned Indian knowledge and languages and thought them completely worthless. നമ്മൾ നേരത്തെയും കണ്ടു ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇൻഫീരിയർ ആണ് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു.
For instance, he said of Indian literature നെ കുറിച്ച് അദ്ദേഹം മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കൂടി പറഞ്ഞിരിക്കുന്നു. A single shelf of a good European library was worth the whole native literature of India and Arabia എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ ഇന്ത്യൻ അല്ലെങ്കിൽ ഈ ഓറിയന്റൽ നോളജ് എന്ന് പറയുന്നത് ഇൻഫീരിയർ ആണ് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള കമന്റ്സ് ആണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ മെക്കോളെ he insisted that the government should spend money only on imparting Western education, not on Oriental education. Oriental educationൽ ഒട്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഗവൺമെന്റിന് ബോധ്യപ്പെടുത്തുകയായിരുന്നു. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കണം ഇൻവെസ്റ്റ്മെന്റ് നടക്കേണ്ടത്. ആൻഡ് ഹി അഡ്വക്കേറ്റഡ് ഷട്ടിംഗ് ഡൗൺ ഓൾ കോളേജസ്. ഈസ്റ്റേൺ ഫിലോസഫിയും ഈസ്റ്റേൺ സബ്ജക്ട്സും ഓറിയന്റൽ ആയിട്ടുള്ള ലിറ്ററേച്ചർ ഒക്കെ പഠിപ്പിക്കുന്ന കോളേജസ് ഒക്കെ അടച്ചു പൂട്ടണം എന്ന് നമ്മളുടെ മെക്കോളെ ആഹ്വാനം ചെയ്യുകയായിരുന്നു. ഇവിടെ ഇതിന്റെയൊക്കെ ഒരു റീസൺ നമ്മൾക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു കണ്ണിങ്നെസ് കൂടി നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇതൊരു ലെറ്റർ ആണ് അദ്ദേഹം ബ്രിട്ടീഷ് പാർലമെന്റിന് 2 ഫെബ്രുവരി 1835 എഴുതിയിട്ടുള്ള ഒരു ലെറ്റർ ആണ്. ലെറ്ററിന്റെ ഡേറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ അദ്ദേഹം പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. I have traveled across the length and breadth of India. I have not seen one person who is a beggar, who is a thief. Such I have seen in this country, such high moral values, people of such caliber, that I don't think we would ever conquer this country. നമ്മൾക്ക് ഈ ഒരു കൺട്രീനെ അങ്ങനെ പെട്ടെന്നൊന്നും കോൺകർ ചെയ്യാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി എങ്ങനെയാണ് കോൺകർ ചെയ്യാൻ സാധിക്കുക? Unless we break the very backbone of this nation. എന്താണ് backbone? Which is her spiritual and cultural heritage. അത് ഈ കൺട്രിയുടെ സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ആണ്. ഇവിടെ നമ്മൾക്ക് മനസ്സിലാകുന്നുണ്ട് വിച്ച് ലിറ്ററേച്ചർ അല്ലെങ്കിൽ വിച്ച് കൾച്ചർ is superior എന്നത്. And therefore I propose that we replace her old and ancient education system. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഓറിയന്റൽ ആയിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് റീപ്ലേസ് ചെയ്ത് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കാനായിട്ട് പറയുന്നത്. For if the Indians think that all that is foreign and English is good and greater than their own, they will lose their self-esteem, their native culture. They will become what we want them, a truly dominated nation. അപ്പോൾ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും നമ്മൾ ഒരു കാര്യം പറഞ്ഞ് നമ്മൾക്ക് ഫലിപ്പിക്കാൻ പറ്റുമെന്ന് പറയുമല്ലോ, അതുപോലെ തന്നെയാണ് അദ്ദേഹം ആ ഒരു ഏൻഷ്യന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ റീപ്ലേസ് ചെയ്ത് നമ്മളുടെ കൾച്ചറിനെ ഇല്ലാതെയാക്കിക്കൊണ്ട് ഇംഗ്ലീഷ് ആണ് നല്ലത്, ഇംഗ്ലീഷ് ആണ് നിങ്ങൾക്ക് ഡെവലപ്മെന്റ് കൊണ്ടുവരിക, അങ്ങനെ ഒരു വിശ്വാസം ഇന്ത്യൻ നേറ്റീവ്സിൽ കൊണ്ടുവരാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. അങ്ങനെ ഇന്ത്യയെ ഒരു ട്രൂലി ഡോമിനേറ്റഡ് നേഷൻ ആക്കി മാറ്റിയെടുക്കാനായിട്ടുള്ള അദ്ദേഹത്തിന്റെ കണ്ണിങ്നെസ് ആണ് നമുക്ക് ഈ ലെറ്ററിൽ കാണാനായിട്ട് സാധിക്കും. ലോർഡ് മെക്കോളയുടെ കണ്ണിങ്നെസ് ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. അദ്ദേഹം മറ്റൊരു പോളിസിയുമായിട്ട് വരികയാണ്. ദാറ്റ് ഈസ് ദി ഡൗൺവേർഡ് ഫിൽട്രേഷൻ പോളിസി അല്ലെങ്കിൽ ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി എന്ന് നമ്മൾ വിശേഷിപ്പിക്കും. ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി എന്താണ്? ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി അതായത് എഡ്യൂക്കേഷൻ എപ്പോഴും എലൈറ്റ് ക്ലാസ്സിന് മാത്രം പ്രൊവൈഡ് ചെയ്യുക, എലൈറ്റ് ക്ലാസ്സിന് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, അവിടെ നിന്നും ആ എലൈറ്റ് ക്ലാസ്സിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ലോവർ ക്ലാസ്സസ് ആ ഒരു രീതിയിലോട്ട് എത്തിക്കോളും എന്നൊരു കോൺസെപ്റ്റ് ആണ് ഇതിന്റെ ബിഹൈൻഡ് ആയിട്ടുള്ളത്. അതായത് എലൈറ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാർ മാത്രമായിരിക്കുമല്ലോ, ആ ഒരു കുറച്ച് പോർഷൻ ആ ഒരു കാറ്റഗറിക്ക് മാത്രം എഡ്യൂക്കേഷൻ കൊടുക്കുക, എന്നിട്ട് അത് മാസസിലോട്ട് എത്തിക്കുക എന്നതാണ്. ശരിക്കും അദ്ദേഹം പറയുന്നത് അപ്പർ ക്ലാസ്സിനെ കണ്ട് എപ്പോഴും ലോവർ ക്ലാസ് അപ്പർ ക്ലാസ്സിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. അദ്ദേഹത്തിന്റെ സുപ്പീരിയോറിറ്റി തന്നെയാണ് അവിടെയും സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അപ്പർ സ്ട്രാറ്റ ഓഫ് ദി സൊസൈറ്റീനെ മാത്രം ഇംഗ്ലീഷിലൂടെ എഡ്യൂക്കേറ്റ് ചെയ്യുക, കൂടാതെ എന്നിട്ട് ഈ അപ്പർ ക്ലാസ് ലോവർ ക്ലാസ്സിലോട്ട് ഇത് എത്തിക്കുന്നു. അത് ഈ ലോവർ ക്ലാസ് അവരെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് എത്തുന്നു എന്നതാണ്. കൂടാതെ ഈ അപ്പർ ക്ലാസ് ഇവരുടെ ഒരു മൗത്ത് പീസ് ആയിട്ട് മാറുമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അപ്പൊ ഈ എലൈറ്റ് ക്ലാസ് അതായത്
ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള എലൈറ്റ് ക്ലാസ്സിന് മാത്രം ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. അപ്പോൾ അവർ ഗവൺമെന്റിനെ പുകഴ്ത്തി പറയുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പൊ ഇത് കേട്ട് ഇവരെ വിശ്വസിക്കുന്നവര് ഇതിലോട്ട് തന്നെ വരുന്നു എന്നത് കൂടിയാണ്. കൂടാതെ ഇവിടെ ക്രിസ്ത്യൻ മിഷണറീസ് ഉദ്ദേശിച്ചിരുന്നത് അപ്പർ ക്ലാസ് ഹിന്ദുസിനെ കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യാനിറ്റിയിലോട്ട് ത്രൂ എഡ്യൂക്കേഷൻ കൊണ്ടുവരാം, എന്നിട്ട് ലോവർ ക്ലാസ് പീപ്പിൾ ഓട്ടോമാറ്റിക്കലി അവരെ ഫോളോ ചെയ്ത് വന്നോളും എന്നാണ് വിശ്വസിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ ഒരു രീതിയിലുള്ള ഒരു തോട്ട് പ്രോസസ് ആണ് ഈ ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറിയുടെ ബിഹൈൻഡ് ഉണ്ടായിരുന്നത് എന്ന് ഓർക്കുക. അപ്പോൾ ഗവൺമെന്റിന്റെ മൗത്ത് പീസ് ആവാൻ വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റിനെ കണ്ടെത്തുക എന്നതാണ് ബിഹൈൻഡ് ഈ ഒരു സംഭവത്തിന്റെ ഈ ഒരു പോളിസിയുടെ ബിഹൈൻഡ് ഉള്ള ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത്. So Macaulay advocated that the government try to educate only a few Indians who would in turn teach the rest of the masses. ഇതാണ് downward filtration policy അല്ലെങ്കിൽ theory എന്ന് പറയുന്നത്. And he wanted to create a pool of Indians who would be able to serve the British interest and be loyal to them. നമ്മൾ ഓൾറെഡി കണ്ടു അല്ലേ? ആ ഒരു ക്ലാസ്സിനെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ഇന്ത്യൻ ഇൻ ബ്ലഡ് ആൻഡ് കളർ ബട്ട് ഇംഗ്ലീഷ് ഇൻ ടേസ്റ്റ്, ഇൻ ഒപ്പീനിയൻസ്, ഇൻ മോറൽ ആൻഡ് ഇൻ ഇന്റലക്ട് എന്നാണ്. ആൻഡ് അദ്ദേഹത്തിന്റെ മിനിറ്റ്സില്, Macaulay's minutes, he had said that a day would come when the vernacular languages would die a natural death. ആ ഒരു സംഭവത്തിൽ തന്നെ നമ്മൾക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു ഇന്റൻഷൻ വളരെ വിസിബിൾ ആയിട്ട് കാണാനായിട്ട് പറ്റും. അതായത് വെർനാക്കുലർ ലാംഗ്വേജസിന്റെ ഒരു നാച്ചുറൽ ഡെത്ത് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്, അത് സംഭവിക്കുമെന്ന് അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്യുന്നത് കൂടി നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നു. അങ്ങനെ Macaulay's proposals were officially sanctioned in March 1835. March 1835 അത് officially sanctioned ആകുന്നു. Macaulay's minutes 1835 ഓർത്തെടുക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇനി 1837 ഇംഗ്ലീഷ് എന്നത് കോർട്ട് ലാംഗ്വേജ് ആയി മാറുകയാണ്. കൂടാതെ 1844 ഹയർ ഗവൺമെന്റ് പോസ്റ്റ് were open to Indians. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻസിന് ഹൈ ഗവൺമെന്റ് പോസ്റ്റ് ഒക്കെ ഓപ്പൺ ആകുന്നു. ഇനിയാണ് നമ്മൾ മറ്റൊരു ഫോർമൽ ആയിട്ടുള്ള ഒരു ലെറ്ററിലോട്ട് പോകുന്നു. അത് നമ്മളുടെ ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറിനെ റിജക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സംഭവം വരുന്നത്. The Woods Dispatch. It promoted education, rejecting the downward filtration theory. Downward filtration theory-യുടെ മാസ്റ്റർ മൈൻഡ് നമ്മുടെ മെക്കോളെ ആണ്. അതിന്റെ ഇന്റൻഷനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി അല്ലേ? അപ്പോൾ 1854 Woods Dispatch, it suggested that the primary schools must adopt vernacular languages. അപ്പോൾ vernacular languages ഒരു നാച്ചുറൽ ഡെത്ത് കാണും എന്നാണ് അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തത്. പക്ഷെ ഇവിടെ വുഡ്സ് ഡെസ്പാച്ച് 1854 ഇയർ നോട്ട് ചെയ്യൂ, 1854 പറയുന്നു പ്രൈമറി സ്കൂൾസ് മസ്റ്റ് അഡോപ്റ്റ് വെർനാക്കുലർ ലാംഗ്വേജസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫോർമൽ ലെറ്റർ ആയിരുന്നു. ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ദി മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നു. Because it played a pivotal role in spreading English language learning. Woods Dispatch 1854. ഇതൊരു informal name ആണ്. ഒരു formal dispatch, ഒരു letter ആയിരുന്നു. It was sent by Sir Charles Wood, the President of Board of Control of British East India Company, to Lord Dalhousie, the Governor General of India. 1854 മറക്കാതിരിക്കുക, സർ ചാൾസ് വുഡ് ആണ് ഇത് സെൻഡ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ലെറ്റർ it played an important role in spreading the English language learning and female education. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിംഗിന് മാത്രമല്ല ഈ ഒരു ലെറ്റർ വഴിത്തിരിവായത്, ഫോർ ഫീമെയിൽ എഡ്യൂക്കേഷൻ ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ, അതിൽ കൂടി വലിയൊരു റോള് പ്ലേ ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഒരു ലെറ്റർ ആണ് വുഡ്സ് ഡെസ്പാച്ച് 1854 എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളുടെ ചാൾസ് വുഡ്സ് ഡെസ്പാച്ചിൽ കൊടുത്തിരുന്നത് എന്ന് നമുക്ക് നോക്കാം. ദി എക്സ്പാൻഷൻ ഓഫ് എഡ്യൂക്കേഷൻ, അതായത് എസ്റ്റാബ്ലിഷ് എ വെൽ ഓർഗനൈസ്ഡ് നെറ്റ്വർക്ക് ഓഫ് സ്കൂൾസ് ആൻഡ് കോളേജസ് അക്രോസ് ഇന്ത്യ. എല്ലാവർക്കും എഡ്യൂക്കേഷൻ ആക്സസ് ചെയ്യാനായിട്ട് പറ്റണം. അതുകൊണ്ട് തന്നെ എക്സ്പാൻഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്നത് വുഡ്സ് ഡെസ്പാച്ച് ഡിമാൻഡ് ചെയ്തു. ആൻഡ് വെർനാക്കുലർ ലാംഗ്വേജസ്, നമുക്കറിയാം ലോർഡ് മെക്കോളെ ഒരു നാച്ചുറൽ ഡെത്ത് ആണ് വെർനാക്കുലർ ലാംഗ്വേജസിന്റെ അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തത് അല്ലെ. അതുകൊണ്ട് തന്നെ പ്രൊമോട്ട് പ്രൈമറി എഡ്യൂക്കേഷൻ ഇൻ ലോക്കൽ ലാംഗ്വേജസ് ആണ് വുഡ്സ് ഡെസ്പാച്ച്
ഇവിടെ മുന്നോട്ട് വെക്കുന്നത് ബൈ സെറ്റിംഗ് അപ്പ് പ്രൈമറി സ്കൂൾസ്. ഇനി ഇതുകൂടി ഇതൊക്കെ നടക്കണമെങ്കിൽ നമ്മൾക്ക് ആവശ്യം ആയിട്ട് വരുന്നത് ട്രെയിൻഡ് ടീച്ചേഴ്സ് ആണ് അല്ലെ. ക്രിയേറ്റ് ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു എൻഷുർ ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപിക്കുക. അതുപോലെ തന്നെ സെക്യുലർ എഡ്യൂക്കേഷൻ അദ്ദേഹം ഡിമാൻഡ് ചെയ്തിരുന്നു. ടു സെപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഫ്രം റിലീജിയസ് ഇൻസ്ട്രക്ഷൻ, ഒരു സെക്യുലർ അപ്രോച്ച് എടുക്കുക. അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ by founding universities in major cities. അതുപോലെ preservation of native literature, to develop and preserve native literature and support the publication of books in regional languages. എന്നാൽ മാത്രമാണല്ലോ vernacular literature ഒക്കെ ഉണ്ടാവുക. അതുപോലെ തന്നെ പ്രൊമോഷൻ ഓഫ് വുമൻസ് എഡ്യൂക്കേഷൻ. ഇവിടെ JED ബെത്യൂൺ അദ്ദേഹം ഒരു ബെത്യൂൺ സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് അല്ലെ, ടു അഡ്വാൻസ് വുമൻസ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ, ആൻഡ് ഇറ്റ് വാസ് സപ്പോർട്ടഡ് by grants under Wood's Dispatch. അപ്പോൾ Wood's Dispatch ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും ഫീമെയിൽ എഡ്യൂക്കേഷനും വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ഫോർമൽ ലെറ്റർ ആയിരുന്നു എന്ന് ഓർക്കുക. ആൻഡ് ഇൻട്രൊഡക്ഷൻ ഓഫ് പ്രൈവറ്റ് ഇന്ത്യൻ എഡ്യൂക്കേറ്റേഴ്സ്. അപ്പോൾ ഇവിടെ ഇൻട്രൊഡക്ഷൻ ഓഫ് പ്രൈവറ്റ് ഇന്ത്യൻ എഡ്യൂക്കേറ്റേഴ്സ് വരുന്ന ഒരു സംഭവം കൂടിയാണ് ഈ ഒരു വുഡ്സ് ഡെസ്പാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ എഡ്യൂക്കേഷണൽ ലാൻഡ്സ്കേപ്പിലോട്ട് പ്രൈവറ്റ് ഇന്ത്യൻ എഡ്യൂക്കേറ്റേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ ഒരു വഴിത്തിരിവ് കൊണ്ടുവന്നൊരു വ്യക്തിയാണ് സർ ചാൾസ് വുഡ്. അദ്ദേഹത്തിന്റെ വുഡ്സ് ഡെസ്പാച്ച്. അപ്പൊ ഇത്രയുമാണ് വുഡ്സ് ഡെസ്പാച്ചിനെ കുറിച്ചും നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റിന്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് വിശ്വാസം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾക്ക് ഇതിന്റെ കണ്ടിന്യൂവേഷൻ നോക്കാം. താങ്ക് യു.